തെരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായ സാമഗ്രികൾ വിൽക്കുന്ന കൊല്ലത്തെ കൊടിക്കടയിലെ തിരക്കും ചൂടുപിടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള എന്തും കൊല്ലം ചിന്നക്കടയിലുള്ള ഈ കൊടിക്കടയിൽ ലഭ്യമാകും. വോട്ടിംഗ് മെഷീനിൽ വിരലമർത്താൻ ജനങ്ങൾ തയ്യാറെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അറിയിച്ച കൊടികളും പ്രചാരണ സാമഗ്രികളും കൊണ്ട് മണ്ഡലം നിറയ്ക്കുന്നതും പതിവാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണ വസ്തുക്കൾ തേടുന്നവരുടെ പ്രിയപ്പെട്ട ഇടം ചിന്നക്കടയിലുള്ള കൊടിക്കടയാണ്. 1984 തെരഞ്ഞെടുപ്പ് കാലം മുതൽ കൊല്ലത്തെയും സമീപ ജില്ലകളിലെയും രാഷ്ട്രീയ പാർട്ടികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണിത്. കാലം മാറിയതോടെ ഓൺലൈൻ പ്രചാരണം ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കെങ്കിലും കൊടികളുടെയും മറ്റു പ്രചാരണ വസ്തുക്കളുടെയും പ്രൗഢി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പാച്ചിലിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊടിക്കച്ചവടത്തിൽ കാണാറില്ലെന്ന് ഉടമയായ സുൽഫീഖർ പറയുന്നു. ഏറ്റവും കൂടുതൽ പോകുന്ന കൊടിയാണ് കൂടുതൽ പോകുന്നത്. പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷന് കുറവാണ് സെയില്. പഞ്ചായത്ത് ഇലക്ഷൻ പോലെ നടക്കത്തില്ല. പഞ്ചായത്ത് ഇലക്ഷനാണ് ഒരു 30 സ്ഥാനാർത്ഥി കാണും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും വാങ്ങിക്കും. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് തന്നെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടി, തൊപ്പി, ബലൂണ് എല്ലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. LED ലൈറ്റുകൾ ഘടിപ്പിച്ച ചിഹ്നങ്ങൾ, പാർട്ടി തൊപ്പികൾ, മാലകൾ എന്നിവയാണ് കൂടുതലായി ഇപ്പോൾ വിറ്റുപോകുന്നത്. കടുത്ത വേനലും പാർട്ടികളുടെ ചെലവ് ചുരുക്കലും കച്ചവടത്തെ ആദ്യം ചെറുതായി ബാധിച്ചെങ്കിലും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കച്ചവടവും ചൂടുപിടിച്ചിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.